നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. BP ലോ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പൾസ് റേറ്റും കുറവാ. സംഗതി സിംഗിങ് സ്റ്റേജിലാണെന്നാ തോന്നുന്നത്. ഇവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം ഡോക്ടർ. ഓക്കെ നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കി, ഞാൻ നോക്കട്ടെ. ഇവൾ ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ കരുതിയത് വലിയ മനക്കെട്ടിയുള്ള ആളാണെന്നാ. ഇവൾ ഇത്രയ്ക്ക് സില്ലിയായിരുന്നു. അവൾക്ക് എന്തോ ഒരു വലിയ ഷോക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യില്ല. ശിവാനിക്ക് എന്തേലും സംഭവിച്ചു പോവോ ഗൗതം? നീ ടെൻഷനാവാതെ. എന്തായാലും ഡോക്ടർ ഇറങ്ങി വന്നോട്ടെ, നമുക്ക് നോക്കാം. വേറെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുപോകണമെന്ന് ഡോക്ടർ വന്നിട്ട് തീരുമാനിക്കാം. എന്ത് പറയാനാണെന്ന് പറ. എന്തൊരു മണ്ടത്തരം ഇവളെ കാണിച്ചത്. ഇനി ഒരിക്കലും പ്രണവിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവർക്ക് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ജീവിതം അവസാനിപ്പിക്കാന്ന് കരുതിയത്. സിസ്റ്റർ, ആ കുട്ടിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. ചിലപ്പോ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടി വരും. ശിവാനി കഴിച്ചത് എന്തോ സ്ട്രോങ് പോയിസൺ ആണെന്ന് തോന്നുന്നു. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങളാണല്ലോ ആ വീട്ടില്. എനിക്കൊന്നും അറിയില്ല ഈശ്വര. നീ ഒന്ന് സമാധാനപ്പെടുന്നത്. ഡോക്ടറോട് നമുക്ക് സംസാരിക്കാം. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് നമുക്ക് മെഡിക്കൽ കോളേജിലേക്കോ മറ്റേതെങ്കിലും വലിയ ആശുപത്രിയിലേക്കോ മാറ്റാം. ഡോക്ടർ, ശിവാനിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? തൽക്കാലത്തേക്ക് അപകടനില തരണം ചെയ്തിട്ടുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതോ വീര്യം കൂടിയ പോയിസണാ പുള്ളി ചെന്നിരിക്കുന്നത്. പോയിസൺ ബ്ലഡിൽ കലർന്നിട്ടുമുണ്ട്. അത്തരൊരവസ്ഥയിൽ റിക്കവറി പതുക്കെ ഉണ്ടാവും. എന്തായാലും കുറച്ച് ദിവസം എടുക്കും. ഇനി പേടിക്കാനൊന്നുമില്ലല്ലോ ഡോക്ടർ? ഏയ്, ആ സിറ്റുവേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? ഓ, പിന്നെന്താ, കാര്യം കണ്ടോളൂ. ശിവാനി, ശിവാനി, പേടിക്കണ്ട. നീ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഭ്രാന്ത് വല്ലതുണ്ടോ ശിവാനി? ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്ത് പ്രശ്നം ഉണ്ടായത്? ഇല്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞതല്ലായിരുന്നോ? പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചത്? എന്തേലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? സാരമില്ല, പോട്ടെ. ഒന്നും പറ്റിയില്ലല്ലോ. നിധി ഓഫീസിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ എടുക്കട്ടെ. എടുത്തി നിക്ക്. എത്ര ചേട്ടാ? 150. എടുത്തി
ആ ഒരു കാര്യം ചെയ്യും, ഒരു മെയിൽ അയച്ച് വിതിൻ 7 days റിപ്ലൈ തരണമെന്ന് പറഞ്ഞേക്ക്. ബാക്കി നമുക്ക് ആലോചിക്കാം. ആ ഓക്കെ. മോനെ, ശിവാനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾ എവിടെയാ? നിധി എന്തിയെ? ആന്റി ടെൻഷൻ ആവാതിരിക്കെ. ശിവാനിക്ക് കുഴപ്പമൊന്നുമില്ല, അവള് സേഫ് ആയിട്ടുണ്ട്. നിധി എടുത്തുണ്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ? ഇല്ലമ്മേ, പേടിക്കാനൊന്നുമില്ല. ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. വയ്യാതിരിക്കുന്ന ഈ സമയത്ത് ആന്റി ഇപ്പം തന്നെ ഓടിപ്പടച്ചിങ്ങോട്ട് വന്നത്. എന്റെ മോള് മരിക്കാറായി ഇവിടെ കിടക്കുമ്പോ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ മോനെ? എനിക്ക് അവളെ ഒന്ന് കാണണം, കണ്ടേ പറ്റൂ. ശിവാനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നല്ലേ എടുത്തി പറഞ്ഞത്? എടുത്തി വിഷമിക്കാതിരിക്കെ. അതെ, ശിവാനിക്ക് കുഴപ്പമൊന്നുമില്ല ആന്റി. ആന്റി കരയാതിരിക്കേ. അവൾ എവിടെയാ മോനെ? എനിക്കൊന്ന് കാണണം, കണ്ടാലേ സമാധാനാവും. ഒരു കാര്യം ചെയ്യും, എല്ലാവർക്കും കൂടെ അകത്ത് കയറാൻ പറ്റില്ല. അമ്മ ഇവിടെ നിൽക്കേ. ശരി ആന്റി വാ. ശരി. അയ്യോ എന്റെ പൊന്നു മോളെ, എന്തിനാ നീ ഈ അതിക്രമം കാണിച്ച്? ഈ അമ്മ എങ്ങനെ സഹിക്കോടി? കണ്ണു തുറന്ന് നോക്കു മോളെ. മോളെ ശിവാനി, നിന്നെ വേണ്ടാത്തവരെ നിനക്കും വേണ്ടെന്ന് തീരുമാനിച്ച പോരായിരുന്നു. എന്തിനാ മോളെ പ്രാണൻ കളയാൻ നോക്കിയത്? നമുക്കാരും വേണ്ട. നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി. എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്ത്? ശിവാനി, മോളെ ഒന്ന് കണ്ണു തുറന്ന് നോക്കു മോളെ. അമ്മയൊന്ന് നോക്കടി മോളെ. ശിവാനി ഒന്ന് നോക്കു മോളെ. അതെ, ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കരുത്. ദേവി, ഇത് എല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം. അമ്മായി വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. ഇവിടെ ആരുടെ ആവശ്യമില്ല. മോൾ ഒറ്റയ്ക്ക്. ഒറ്റയ്ക്കല്ലല്ലോ, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എല്ലാരും ഒന്ന് പുറത്തേക്ക് നിൽക്കണം. ആന്റി നമുക്ക് വെളിയിലേക്ക് നിൽക്കാം. ഡിസ്റ്റർബ് ആവണ്ട. ആ, അമ്മായി ഒന്നും ഉണ്ടാവില്ല. ആഹാ, അമ്മയും വന്നായിരുന്നോ? അപ്പൊ പിന്നെ അമ്മാവന്റെ അടുത്ത് ആരാ ഉള്ളത്? നിഖിലിനെ ഏട്ടന്റെ അടുത്ത് നിർത്തിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ശിവാനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? ഇവര് വിചാരിച്ചത് കൊണ്ട് എന്റെ മോളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. കൃത്യസമയത്ത് ചന്ദ്രികയ്ക്ക് ഇവരെ വിളിച്ചു വരുത്താൻ തോന്നിയല്ലോ. ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രിക. പെട്ടെന്ന് ഇങ്ങനെ വിഷം കഴിക്കാനൊക്കെ എന്ത് പ്രശ്നം അമ്മായി അവിടെ ഉണ്ടായത്? വീട്ടിലെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ തന്നെ എനിക്കും അവക്കും തമ്മിൽ എന്ത് പ്രശ്നം? അവള് പ്രണവിനെ കാണാനായി അവന്റെ ഓഫീസിൽ പോയിരുന്നു.